എല്ലാവർക്കും ഇഷ്ടമുള്ള പല സങ്കീർത്തനങ്ങൾ കാണാം, അതിലെ ചില വാക്യങ്ങൾ കാണാം. എന്നാൽ കഴിഞ്ഞൊരു തലമുറയിൽ ഏറ്റവും അധികം വായിച്ചിരുന്നതും മക്കളെ പഠിപ്പിച്ചിരുന്നതുമായ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 91, സാംസ് 91. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്ന് ആരംഭിക്കുന്ന ആ വേദഭാഗം അവസാനിക്കുന്നത് ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കുമെന്ന്. നിരവധി അനുഗ്രഹങ്ങളും നന്മകളും വാക്തത്വങ്ങളും അടങ്ങിയ ഒരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. പല സമയങ്ങളിലും നാം അതിൻ്റെ വാക്യങ്ങൾ എടുത്തു വായിക്കാറുണ്ട്. അതിൻ്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ദൈവിക വാക്തത്വങ്ങൾ നമുക്ക് വചനത്തിലൂടെയാണ് ലഭിക്കുന്നത്. ഇതൊരു വാക്തത്വമാണ്. ദൈവം നമ്മളോട് പറയുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അവൻ നമ്മുടെ കരം പിടിക്കും. 11-ാമത്തെ വാക്യമാണ്: എല്ലാ വഴികളിലും കാക്കേണ്ടതിന് ദൂതന്മാരോട് അവൻ കൽപ്പിക്കും. അതായത് നമ്മെക്കുറിച്ച് ദൂതന്മാരെ പറഞ്ഞേൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. അത്രയ്ക്ക് ദൈവം നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്. ഒന്നോർത്ത് നോക്കിയാൽ, നമ്മുടെ യാത്രകളിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി ദൈവം നമുക്ക് സെക്യൂരിറ്റി ഗാർഡ് പോലെ ദൂതന്മാരെ തരുന്നുണ്ട്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ദൂതന്മാരെ പറഞ്ഞ് ആക്കുന്നൊരു ദൈവമുണ്ട്. ദൈവം നമ്മുടെ കരം പിടിക്കും. ദൈവം നമ്മുടെ കരം പിടിച്ചിരുന്നാൽ അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ പറയുന്നു, കാല് കല്ലിൽ തട്ടിപ്പോകത്തില്ല. കർത്താവ് നമ്മളെ കൈകളിൽ വഹിക്കും. സിംഹത്തിൻ്റെ മേലും പെരുമ്പാമ്പിനെയൊക്കെ നമ്മൾ ചവിട്ടി മെതിക്കും. ഒപ്പം കർത്താവ് നമ്മളെ വിടുവിക്കും. അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മളെ ഉയർത്തും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്നൊരു ദൈവമുണ്ടെന്ന് അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുക. ദൈവജനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്തത്വം ഇതാണ്: ദീർഘായുസ്സുകൊണ്ട് അവൻ നമുക്ക് തൃപ്തി വരുത്തുകയും അവൻ്റെ രക്ഷയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ദൈവിക വാക്തത്വങ്ങൾ ഒന്നും കുറഞ്ഞു പോകാതെ അവൻ നമ്മുടെ കരം പിടിച്ച് നമ്മളെ, പ്രശ്നമില്ലെന്നോ പ്രതിസന്ധി ഇല്ലെന്നോ അല്ല, രാത്രിയിൽ ഭയമുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമുണ്ട്. എന്നാൽ ഇതിനെയൊന്നും നീ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള അനേകർ വീണു പോകുന്നു, അനേകർ പ്രതിസന്ധിയിലാകുന്നു. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വശത്ത് 10,000 പേരും വീഴും. എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. കാരണം ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, നാം ദൈവത്തിൻ്റെ ചിറകടിയിലായതുകൊണ്ട്, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മുടെ സങ്കേതമായിരിക്കുന്നത് കൊണ്ട്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമുക്കൊരു ധൈര്യം ഉണ്ടാകട്ടെ. ദൈവം നമ്മുടെ കരം പിടിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന്. നിങ്ങളത് എടുത്തു പറയണം. എന്നെ മാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ കാക്കേണ്ടതിന്, എൻ്റെ മാതാപിതാക്കളെ കാക്കേണ്ടതിന്, എൻ്റെ സഹോദരങ്ങളെ കാക്കേണ്ടതിന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മുടെ കരം പിടിച്ചുകൊണ്ടിരിക്കുക. അവൻ നമ്മൾക്ക് ദൂതന്മാരെ പറഞ്ഞ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുക. ആ ദൈവിക സംരക്ഷണം അനുദിനം അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ആ ഉറപ്പിൽ നാം വിശ്വസിക്കുമ്പോഴാണ് ഭയം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. പ്രശ്നങ്ങളെ കണ്ട്, ആകുലതകളെ കണ്ട് പേടിച്ചു പോകണ്ട. അന്നേരവും പറയണം, അവൻ എന്നോട് കൂടെയുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്, കർത്താവിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളും ആകുലതകളും പ്രതിസന്ധിയും വരുമ്പോൾ കരം കർത്താവ് പിടിക്കും. ഈ വാക്യം നിങ്ങൾ വീണ്ടും വായിച്ചു നോക്കണം. 1, 2, 3, 4 പ്രാവശ്യം ഇത് വായിക്കണം. ഇത് നിങ്ങൾക്ക് കൂടുതൽ ധൈര്യം നൽകും. ഇത് നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കും. ഈ വചനം വീണ്ടും വീണ്ടും വായിച്ചിട്ട് പറയണം, ഈ വാക്തത്വം എല്ലാം എനിക്കുള്ളതാ. ഇന്ന് പകൽക്കാലം ഇതിലുള്ള വാക്തത്വങ്ങൾ നിങ്ങളൊന്ന് മുറുകെ പിടിച്ചിട്ട് പറ, ഞാൻ ഭയപ്പെടത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല, വാർദ്ധക്യമാണെന്നും പറഞ്ഞ് നിരാശപ്പെടത്തില്ല. കാരണം എനിക്ക് ആയുസ്സും ആരോഗ്യം തരുന്ന എൻ്റെ ആയുസ്സിൻ്റെ ഉടയവൻ കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ കരം പിടിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയ മാതാവ്, പ്രിയ സഹോദരനെ, പ്രിയ സഹോദരിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ വാക്യങ്ങളും ഈ വാക്തത്വങ്ങളും ഞങ്ങൾക്ക് മുറുകെ പിടിക്കാൻ കൃപ ചെയ്യണമേ. ദൈവികമായിട്ടുള്ള കൃപകളാൽ എല്ലാവരും നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.